കടച്ചക്ക വറുത്തരച്ചിട്ട് കറി വെക്കുന്നതിന് നോക്കാം. അത് നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന റെസിപ്പിയാണിത്. പക്ഷെ കടച്ചക്ക ഞങ്ങൾക്ക് ഇവിടെ മിക്കപ്പോഴും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടാറുണ്ട്. പക്ഷെ കിട്ടുന്ന കടച്ചക്ക നന്നായിട്ട് മൂത്തിട്ട് നല്ല മധുരം വീണ കടച്ചക്കയാണ് മിക്കപ്പോഴും കിട്ടാറ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ ചെന്ന് കഴിയുമ്പോൾ അധികം മൂക്കാത്ത മധുരമൊന്നും വീടാത്ത നല്ല കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കടച്ചക്ക എടുക്കുമ്പോൾ നല്ല മൂത്ത കടച്ചക്ക എടുക്കരുത്. അങ്ങനെ നല്ല മൂത്ത കടച്ചക്കയ്ക്ക് നല്ല മധുരമായിരിക്കും. അപ്പൊ എന്തായാലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഈ കറി നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണത്. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാൻ. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഈ കടച്ചക്ക 1 കിലോ കടച്ചക്ക ഉണ്ട്. ഈ കടച്ചക്കയുടെ തൊണ്ട് കളഞ്ഞിട്ട് ഇത് ഒരുപാട് ചെറിയ പീസായിട്ടുള്ള ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കണം. പിന്നെ ഇതേപോലത്തെ ഒരു മീഡിയം സവോള എടുത്തിട്ടുണ്ട്. ഈ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇതേപോലത്തെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ 2 തക്കാളി മുഴുവനും വേണ്ട. ഇത് ഒരു തക്കാളിയും പിന്നെ ഒരു തക്കാളിയുടെ പകുതി മതിയാവും. അപ്പൊ നിങ്ങൾ ചെറിയ ടൈപ്പ് തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കുക. ഇതിപ്പോ കുറച്ച് വലിയ തക്കാളിയാണല്ലോ, അപ്പോൾ ഒരു 1.5 തക്കാളി മതിയാവും. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്ത് അരച്ചിട്ട് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അത് പിടിക്കണക്ക് എത്രയാന്നുള്ളത് ഈ തേങ്ങ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ആ പാനിലേക്ക് ചേർക്കുമ്പോൾ പിടിക്കണക്ക് എന്തോരം ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു തേങ്ങ എടുക്കാന്നുണ്ടെങ്കിൽ ആ തേങ്ങയുടെ ഒരു 1/4 ഭാഗം എടുക്കുക. പിന്നെ വേണ്ടത് മല്ലിയാണ്. ഞാനിതിലേക്ക് ഇതേപോലെ ഇങ്ങനെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ ശരിക്കും വറുത്തരച്ചിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കുമ്പോഴായിരിക്കും ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടുള്ള മല്ലി നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി. അപ്പോൾ ഈ മസാലപ്പൊടികളെല്ലാം ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ എല്ലായിടത്തും കടകളിലൊക്കെ ഇതേപോലെ നമുക്ക് മുഴുവനായിട്ട് മല്ലി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ കടയിൽ പോകുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. കാരണം ഇതേപോലെ മുഴുവനായിട്ട് മല്ലി ചേർത്തിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ സാധാരണ നമ്മൾ ചേർക്കണ മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഞാൻ ആ തേങ്ങയുടെ കൂടെ വറുക്കാൻ വേണ്ടിയിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് പറയാം. പിന്നെ പെരിഞ്ജീരകം വേണം. പെരിഞ്ജീരകത്തിൻ്റെ അളവും ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ പറയാം. കാരണം ഇതങ്ങനെ തേങ്ങ വറുത്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ ചേർക്കുമ്പോഴായിരിക്കും നമുക്ക് ആ കറക്റ്റ് അളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ അത് ചേർക്കുമ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ അളവും പറയാം. പിന്നെ ഞാനിവിടെ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്. ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഗരം മസാലയായിട്ട് തക്കോലവും പിന്നെ കറുകപ്പട്ടയും ഏലക്കായയും പിന്നെ പെരിഞ്ജീരകവും ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. പിന്നെ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കടുക് വേണം. പിന്നെ ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. അപ്പം ഞാനിവിടെ സവോളയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഉണക്കമുളക് വേണം. സവോളയ്ക്ക് ഞാൻ കറക്റ്റായിട്ടൊരു അളവൊന്നുമില്ല, ഒരു ഏകദേശം അളവിലെടുക്കുക. ചുവന്നുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വലിയ ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഉണക്കമുളകും വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടച്ചക്ക തൊണ്ട് കളഞ്ഞിട്ട് ഒരു മീഡിയം പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് കൈമ കറിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കൈമ കറ പിടിക്കും. നമ്മൾ ഏത്തക്കായൊക്കെ കട്ട് ചെയ്യുമ്പോൾ കൈമ കുറച്ച് ഓയിൽ തേക്കില്ലേ, അതേപോലെ കുറച്ച് ഓയിലും തേച്ച് കൊടുക്കാം. ഇതിൻ്റെ തൊണ്ട് ഇതേപോലെ ഇങ്ങനെ മാറ്റിക്കളയാം. പിന്നെ ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഈ കൂഞ്ഞാന്ന് പറയും, ഇതും മാറ്റിക്കളയാം. ഇതൊരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ കടച്ചക്ക എല്ലാനും ഇതേപോലെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ കടച്ചക്ക ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം. അത് നമ്മൾ കറി വെക്കാൻ പോണേലും മുമ്പ് മാത്രം കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. കുറേ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണ്ട. കാരണം ഈ കടച്ചക്കയുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറും. കടച്ചക്കയുടെ ഉള്ളിലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഈ കറിയിലേക്കുള്ള തേങ്ങ വറുത്തിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അരപ്പിലിട്ടിട്ട് വേണം നമുക്ക് കടച്ചക്ക വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കടച്ചക്ക നമുക്ക് സെപ്പറേറ്റ് വേവിക്കണ്ട. കാരണം ഈ കടച്ചക്കയ്ക്ക് അധികം വേവില്ലല്ലോ, പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ അരപ്പിൽ കിടന്നിട്ട് വേവുമ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ കറിയിലേക്കുള്ള തേങ്ങ വറുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക.
അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കോലം ചേർക്കാം. അതേപോലത്തെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ചേർക്കാം. കറുകപ്പട്ട ഒരുപാട് വലുത് ചേർക്കണ്ട. ഒരു 5 ഏലക്കായ ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇതിലേക്ക് മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കാം. അത് കരിഞ്ഞു പോകാണ്ട് നോക്കണം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ചൂട് വരണുണ്ടെന്നുണ്ടെങ്കിൽ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാം. ഞാനിവിടെ ഇതേപോലെ ടേബിൾ സ്പൂണിലാണ് ഇതെല്ലാം എടുക്കുന്നത്. ഈ മല്ലി ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നിറച്ചെടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലി എടുത്തു. മുഴുവനായിട്ടുള്ള മല്ലിയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഗരം മസാലയുടെ ഒപ്പം ചേർത്താണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി മുളകിൻ്റെ പൊടിയായിട്ടുള്ള ചേർക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചേർക്കില്ല. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് തേങ്ങ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും പൊടിയായിട്ട് ചേർക്കണതൊക്കെ ചേർക്കുക. അപ്പോൾ മല്ലി മുഴുവനായിട്ട് ചേർക്കാന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കുക. പൊടിയായിട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കാണ്. അല്ലെങ്കിൽ ജീരകമൊക്കെ പെട്ടെന്നായിട്ട് കരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ പിടിക്കണക്കിന് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ അളവ്. ഇതേപോലെ ഇങ്ങനെ എല്ലാ വിരലും കൂടിയിട്ട് ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുത്തിട്ട് ഒരു 3 പിടീന് ചേർത്തേക്കുന്നത്. ഈ മല്ലിയൊന്നും കരിഞ്ഞു പോകാണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അരപ്പാണ് ശരിക്കും ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കറിക്ക് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ചെറിയ ചുവന്നുള്ളി നല്ല പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ തേങ്ങ ചേർത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ചുവന്നുള്ളി ഇല്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ കറിയാക്കാൻ പോണതിന് മുമ്പ് സവോളയ്ക്ക് നന്നായിട്ട് മുരിച്ചിട്ട് ചേർക്കണുണ്ടല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ തേങ്ങ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവണം. അപ്പോൾ തേങ്ങ മുരിച്ചിട്ട് എടുക്കുമ്പോൾ ഒരുപാട് തീ കൂട്ടിക്കൊണ്ട് വെച്ചിട്ട് മുരിക്കണ്ട. അപ്പോൾ തേങ്ങ പെട്ടെന്നാണ് കരിഞ്ഞ പോലെയാവും. ഒരു ചെറിയ തീയിലിട്ടിട്ട് തേങ്ങ മുരിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ കറി വയ്ക്കാൻ എടുക്കണ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. അത് മുരിഞ്ഞ് കിട്ടാൻ എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അത് മുരിഞ്ഞ് വരാനുള്ള വെളിച്ചെണ്ണയും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുള്ളൂ. തേങ്ങ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല അങ്ങോട്ട് ഗോൾഡൻ കളർ ആയിട്ടില്ല. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലപ്പൊടികളും കൂടിയിട്ട് ഇതിൻ്റെ കൂടി ഇട്ടിട്ട് നന്നായിട്ടുണ്ട് മുരിക്കുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് തേങ്ങ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അതിന് മുമ്പ് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ തേങ്ങ മുരിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ആ മഞ്ഞളിൻ്റെ പച്ച ടേസ്റ്റ് പോകണം. ആ മഞ്ഞൾ അങ്ങോട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓയിൽ കുറവ് പോലെ തോന്നണുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ തീ പെട്ടെന്നായിട്ട് കൂട്ടി വെക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ തീ നന്നായിട്ട് കുറച്ചെന്ന് വെച്ചേക്കാം. മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മുളകിൻ്റെ പൊടിയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുഴുവനായിട്ടുള്ള മല്ലി ചേർത്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മഞ്ഞൾപ്പൊടി മുരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിപ്പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി ഒന്നല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. കാരണം പല മുളകിൻ്റെ പൊടിക്ക് പല എരിവായിരിക്കും. ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കുക. മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 3 മിനിറ്റിൻ്റെ അടുത്തേക്ക് എടുക്കും. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട്
അപ്പോൾ അതിൻ്റെ ഒപ്പം കിടന്നിട്ട് ആ തേങ്ങ നല്ല കിൽക്കട്ടം പോലെ മുരിയുകയും ചെയ്യും. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ മുരിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം അങ്ങോട്ട് കരിഞ്ഞ് പോവും, മറ്റേ സൈഡ് ശരിക്കും മുരിഞ്ഞ് കിട്ടുകയും ചെയ്യില്ല. കാരണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങനെ വറുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഈ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമേ നമുക്ക് ആയിക്കൂടി ഒരു പണിയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കണം മുളക് പൊടിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, തേങ്ങയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ല കിൽക്കട്ടം പോലെ കിളിങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത വഴിക്ക് തന്നെ ഇത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കണം. അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് ഇരുന്നിട്ട് ഇതുകൊണ്ട് കരിഞ്ഞു പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നീക്കി വയ്ക്കുക. ഇനി സവോള നല്ല കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല. കാരണം തേങ്ങ ശരിക്കും അരഞ്ഞാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കുക. നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ വെക്കുക. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കറി വയ്ക്കാൻ എടുക്കണം പാത്രം എടുക്കുക. തീ ഓണാക്കുക. ഇപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. കറിവേപ്പിലയും സവോളയും ചേർക്കുക. ഈ സവോളയൊക്കെ മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണം. ഇപ്പോൾ സവോളയൊക്കെ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സവോള ചേർത്തപ്പോൾ കുറേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മുരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇങ്ങനെ വളരെ കുറച്ചായിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ വറുത്തരച്ചപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇങ്ങനെ സവോള മുരിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും, കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങ വറുത്തെടുത്തപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്തിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അരപ്പ് ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ഈ അരപ്പൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിരിക്കുകയാണല്ലോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഇതേപോലെ ചേർത്താൽ മതി, സെപ്പറേറ്റാണ് വഴറ്റിയിട്ട് ചേർക്കേണ്ടത്. കറിക്ക് വെക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വഴറ്റാണ്ട് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കഷ്ണത്തിൻ്റെ കൂടെ കിടന്നിട്ടുണ്ട് വേവുകയും ചെയ്യും. ഈ തക്കാളിയുടെ പുളിയൊക്കെയും ആ കറിയിലേക്ക് ശരിക്കും കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് കടച്ചക്ക ചേർക്കാം. കറിയിലേക്ക് നമ്മളിപ്പോൾ അരപ്പിൻ്റെ കൂടെ വെള്ളം ചേർത്തല്ലോ. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കാരണം കറി ഭയങ്കര വെള്ളം പോലെ ഇരിക്കരുത്. പിന്നെ ഈ കടച്ചക്കയൊക്കെ വെന്ത് വരാനായിരുന്നാലും നമുക്ക് ഒരുപാട് സമയം എടുക്കില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നിങ്ങളൊരു കറക്റ്റ് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് മൂടി വയ്ക്കുക. കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മുടെ കറി ഒരു 3/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. കടച്ചക്ക ആയിരുന്നാലും വെന്ത് തുടങ്ങിയിട്ടുണ്ട്, ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ കറിയുടെ ഗ്രേവി ആയിരുന്നാലും ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി മൂടി വയ്ക്കാൻ പോകണം. അപ്പോൾ അത് ചെറിയ തീയിൽ ഇരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് വേവുമ്പോൾ ഈ കറിയില ഈ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരികയും ചെയ്യും. കറിക്ക് കുറച്ചും കൂടി നല്ല കളർ കിട്ടുകയും ചെയ്യും. നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കുക. ഈ ഒന്നും കൂടി നന്നായിട്ട് തിക്കായിട്ട് വരികയും ചെയ്യും. ആ ചെറിയ തീയിലിരിക്കുമ്പോൾ ഈ കടച്ചക്കയുടെ ഉള്ളിലേക്കൊക്കെയും ഈ മസാലയൊക്കെയും ഒന്നും കൂടി നന്നായിട്ട് പിടിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഓയിലൊക്കെ ആയിരുന്നാലും ചെറുതായിട്ടൊന്ന് തെളിഞ്ഞും വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ അങ്ങനെ താളിച്ച് ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് സവോളയൊക്കെ നന്നായിട്ട് മുരിച്ചിട്ടുണ്ടല്ലോ ചേർത്തേക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒന്ന് കടുക് താളിക്കുന്നുണ്ട്. വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. ഈ കടുക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഒരു 3/4 ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം.
കാരണം കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സവോള ചേർക്കുള്ളൂ. അല്ലെങ്കിൽ സവോളയുടെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരുമല്ലോ. അപ്പോൾ വെള്ളം കൊണ്ട് കടുക് പൊട്ടില്ല. കടുക് പൊട്ടിയില്ലാന്നുണ്ടെങ്കിൽ കടുക് നമ്മൾ കടിക്കുമ്പോൾ കടുകിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഉണക്കമുളക് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം. സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ താളിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മുരിയണം. ഈ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കറി നമ്മൾ തുറന്ന് വെക്കരുത്, മൂടി വെക്കണം. കാരണം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ സ്മെല്ലൊക്കെ പോകുമല്ലോ. കറി തുറക്കുമ്പോൾ നല്ല മണ്ണാണ്. കാരണം ഇതിലേക്ക് നമ്മൾ തേങ്ങയ്ക്കും വറുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മസാലയൊക്കെയാണല്ലോ ചേർത്തത്. പിന്നെ ആ മല്ലിയുടെ നല്ല സ്മെല്ലും എല്ലാം കൂടിയിട്ട് നല്ലൊരു സ്മെല്ലുണ്ട് കറിക്ക്. ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഇങ്ങനെ താളിച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ താളിച്ച് ചേർത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് കറിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കടച്ചക്ക വറുത്തരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയുടെ ചാറ് ഇതേപോലെ ഇനി ഇരിക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ഇനി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് ഇരിക്കണം. പിന്നെ ഈ കറി വെക്കുമ്പോൾ നിങ്ങൾ 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കടച്ചക്ക എടുക്കുമ്പോൾ നല്ല മൂത്ത കടച്ചക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടച്ചക്കയ്ക്ക് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. മധുരമുള്ള കടച്ചക്ക വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇവിടെ ഞങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടുന്ന കടച്ചക്ക അതേപോലെ മധുരമുള്ള കടച്ചക്ക ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കറി വെക്കാൻ പോണതിന് മുമ്പ് കടച്ചക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടച്ചക്ക കറി വെക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെയാണ് കടച്ചക്ക വാങ്ങണമെന്നുണ്ടെങ്കിൽ അധികം മൂക്കാത്ത ഒരു ഇടത്തരം കടച്ചക്ക വാങ്ങാം. പിന്നെ കറിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് എടുക്കുമ്പോൾ തീയൊന്നും ഒരുപാട് കൂട്ടി വെക്കാണ്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് തേങ്ങ നന്നായിട്ട് വറുത്ത് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുക. പിന്നെ തേങ്ങ അരച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണിത്.